ഹായ് ഹലോ, ഇന്ന് നമ്മൾ വീട്ടിൽ സൺഡേ കേരള പൊറോട്ട ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നമുക്കിവിടെ ഗുജറാത്തിൽ പൊറോട്ട, നമ്മുടെ കേരള പൊറോട്ട കിട്ടാനില്ല. അപ്പം കിട്ടുമെങ്കിൽ തന്നെ 25 രൂപയ്ക്ക് ഒരെണ്ണത്തിന്. അതുകൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് യൂട്യൂബ് നോക്കി പഠിച്ചതാണ്. അതിന് വേണ്ടിയിട്ട് 1.5 കിലോ മൈദയിൽ 2 മുട്ട, കുറച്ച് പാലും ഒഴിച്ച്, കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച്, കുറച്ച് പഞ്ചസാര ഉപ്പും കൂടി ഇട്ട് കുഴച്ച് ഒരു 5 മണിക്കൂർ വെക്കുക. 5 മണിക്കൂർ വെച്ചതിന് ശേഷം ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ ബോൾസ് ആക്കി എണ്ണയൊക്കെ തേച്ച് നല്ല സുന്ദര കുട്ടപ്പന്മാരായിട്ട് വെക്കുക. അത് കഴിഞ്ഞ് ഓരോ ബോളും എടുത്ത് ഇതുപോലെ കൈവച്ചൊന്ന് പരത്തി കുറച്ച് എണ്ണയൊക്കെ താളിച്ച് ചപ്പാത്തി കല്ല് വെച്ച് ഒന്ന് നിവർത്തിയെടുത്തതിന് ശേഷം നമ്മൾ ഹോട്ടലിലൊക്കെ അടിക്കുന്നത് പോലെ നമുക്കിവിടെ വീതി ഇല്ലാത്തതുകൊണ്ട് അത്രയും വലുതായിട്ട് വരുന്നില്ല. എന്നാലും നമ്മൾ അത്യാവശ്യം ഹോട്ടലിൽ കിട്ടുന്നതിനേക്കാളും വലിയ പൊറോട്ട തന്നെയാണ് അടിച്ചത്. എന്നിട്ടത് ഒട്ടും പൊട്ടാതെ തന്നെ നന്നായിട്ട് ഫെർമെൻ്റ് ആയതുകൊണ്ട് നല്ല പൊറോട്ടയായിട്ട് തന്നെ വന്നു. അപ്പോൾ ചേട്ടനാണെങ്കിൽ പൊറോട്ട ഉണ്ടാക്കുന്നത്, നമ്മൾ കറി മാത്രം നോക്കിയാൽ മതി. ചുടുകയും ചെയ്യണം. ബാക്കി കുഴയ്ക്കുന്നതും പരത്തുന്നതും ഒക്കെ ചേട്ടൻ തന്നെ. അപ്പോൾ അതിനെ നമ്മൾ രണ്ടായിട്ട് കീറി എണ്ണയൊക്കെ തേച്ച് നല്ല വൈറ്റ് റോസ് പോലെ ഇങ്ങനെ ചുരുട്ടി എടുത്ത് വെക്കുക. അങ്ങനെ നമ്മൾ 1.5 കിലോ മൈദ വെച്ച് 26 പൊറോട്ട ഉണ്ടാക്കി കേട്ടോ. അപ്പം അതിനെ നമ്മൾ ഉണങ്ങിപ്പോവാതെ എപ്പോഴും കുറേശ്ശെ എണ്ണ തേച്ച് ഇങ്ങനെ സെറ്റാക്കി വെക്കണം. എന്നിട്ട് 26 പൊറോട്ടയുണ്ട് ഇത്. അപ്പോൾ നമ്മളതിനിങ്ങനെ ഓരോ പ്ലേറ്റിലായിട്ട് തമ്മിൽ ഒട്ടിപ്പോവാതെ ഇങ്ങനെ മാറ്റി ഒന്ന് വെക്കണേ. അതിനുശേഷം ഒരു പൊറോട്ട എടുത്ത് ഇച്ചിരി എണ്ണയും തൂക്കി നമ്മുടെ കൈ വെച്ച് തന്നെ പൊറോട്ടയുടെ ഷേപ്പിലേക്ക് നമ്മൾ അടിച്ചടിച്ച് ചെറുതായിട്ട് പരത്തി ഞാൻ ദോശക്കല്ലിലേക്ക് ഇട്ട് നമ്മൾ ആവശ്യത്തിന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എണ്ണ ഒഴിച്ച് കൊടുത്ത് തിരിച്ചും മറിച്ച് വിട്ട് നല്ലോണം മുരിച്ച് നല്ല രീതിയിൽ തന്നെ നല്ല ലെയേഴ്സായിട്ട് തന്നെ വന്നേ. അത് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ കൂട്ടത്തിൽ ചിക്കൻ വറുത്തതും മുട്ടക്കറിയും വരുന്നത്. അപ്പോൾ മോന് ചിക്കൻ കറി വേണ്ട, വറുത്തത് മതി എന്ന് പറഞ്ഞതുകൊണ്ട് ചിക്കൻ വറുത്തു മുട്ടക്കറിയും വെച്ച് നല്ലൊരു സൺഡേ ഈവനിങ് തന്നെ ആയിരുന്നു നമ്മളുടേത്. അപ്പം വീക്കെൻഡ് ഇങ്ങനെ അടിപൊളിയാവുന്ന അതും വെച്ചതെല്ലാം നല്ലതായിരുന്നു. അപ്പോൾ അത് നല്ലോണം മുരിഞ്ഞ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എണ്ണയും തൂത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പൊറോട്ട ഉണങ്ങിപ്പോയാൽ കറക്റ്റ് ലെയേഴ്സായിട്ട് വരികയില്ല. അപ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെ മുരിഞ്ഞ് നല്ല സോഫ്റ്റായിട്ടുള്ള പൊറോട്ടാസ് ആയിരുന്നു. അപ്പം അതിനെ നമ്മൾ ഇതുപോലെ 4 സൈഡിലായിട്ട് തിരിച്ചും മറിച്ചും അടിച്ച് ഇതായത് നോക്കി നല്ല ലെയേഴ്സായിട്ട് തന്നെ വന്നു. കറക്റ്റ് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെ നല്ല ലെയേഴ്സായിട്ട് തന്നെ പൊറോട്ട വന്നേ. അതിനെ നമ്മൾ നല്ല മുട്ടക്കറിയും ചിക്കൻ ഫ്രൈയും ഒക്കെ കൂട്ടി എല്ലാവരും കൂടെ നല്ല സന്തോഷമായിട്ട് സൺഡേ അടിച്ചു പൊളിച്ച്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യും. വീഡിയോസ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, വീഡിയോ ഒക്കെ കണ്ട് എല്ലാവരും. അപ്പം നല്ലൊരു കറികളെല്ലാം തന്നെ നമുക്ക് നല്ല സെറ്റായിട്ട് തന്നെ വന്നു. അപ്പം എല്ലാവരും പ്ലീസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കണേ.